ഹരി ഓം. ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 1 ശ്ലോകം 12. തസ്യ സഞ്ജനയൻ ഹർഷം കുരുവൃദ്ധ പിതാമഹ സിംഹനാദം വിനദ്യോച്ചൈ ശംഖം ദദ്മോ പ്രതാപവാൻ. ശ്രീഹരേ നമഃ. തസ്യ അദ്ദേഹത്തിന് അല്ലെങ്കിൽ ദുര്യോധന് ഹർഷം സഞ്ജയൻ സന്തോഷഭരിതനായി കുരു വൃദ്ധ കൗരവന്മാർ പ്രായാധിക്യമുള്ളവനുമായ പിതാമഹ മുത്തശ്ശൻ സിംഹനാദം വിനദ്യ സിംഹത്തെ പോലെ അലറിയ ശേഷം ശംഖ് ദത്മൗ മുഴക്കി ഉച്ചൈ ഉറക്കെ. ആ സമയം പരാക്രമിയും കുരു പിതാമഹനുമായ ഭീഷ്മർ ദുര്യോധന് സന്തോഷം ജനിപ്പിക്കുമ്പോൾ സിംഹാഗർജനം പോലെ ശബ്ദമുണ്ടാക്കിക്കൊണ്ട് തന്റെ ശംഖമെടുത്ത് ഊതുകയുണ്ടായി. ഭീഷ്മർ, ദ്രോണ തുടങ്ങിയ മഹാരഥന്മാർക്ക് കൃഷ്ണ സഹായമുള്ള പാണ്ഡവന്മാരെ യുദ്ധത്തിൽ ജയിക്കുകയുള്ളൂ എന്ന് നല്ലവണ്ണം അറിയാം. എന്നാൽ അവർ ദുര്യോധനാദികളുടെ പക്ഷത്താണ് ഇരുന്നതിന് കാരണം ദുര്യോധനെ ഉപദേശിച്ച് നേർവഴിക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞെങ്കിലോ എന്ന പ്രതീക്ഷ കൊണ്ട് മാത്രമാണ്. ശത്രുഭാവത്തോടെ ഒഴിഞ്ഞുപോയാൽ യുദ്ധക്കളത്തിൽ നിന്നും പിന്മാറുന്ന ആളല്ല അഹങ്കാരിയായ ദുര്യോധനൻ എന്ന് അവർക്കറിയാം. അതുകൊണ്ട് തന്നെ കൗരവന്മാർക്ക് ജയം അസാധ്യമാണെന്നും പാണ്ഡവരുമായി ചങ്ങാത്തത്തിൽ കഴിയണമെന്നും ഭീഷ്മദ്രോണാദികൾ ദുര്യോധനെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. കാരണം വംശനാശ അവർ ഇഷ്ടപ്പെടുന്നില്ല. എന്നാൽ അസുര സമ്പത്തിൽ മുങ്ങിപ്പോയ ദുര്യോധന ഇക്കാര്യം ചെവിക്കൊണ്ടേയില്ല. തുടർന്ന് യുദ്ധരംഗം പലവിധ വാദ്യഘോഷങ്ങൾ കൊണ്ട് ശബ്ദമുഖരിതമായി തീർന്നതായി സഞ്ജയൻ വിവരിക്കുന്നു. ശ്രീഹരി ഗീത ഭഗവത്ഗീതയിലൂടെ ഒരു ഭക്തിയാത്ര എന്ന പുസ്തകത്തിലെ ശ്രീ മൂർഖന്നൂർ തിരുമേനിജി എഴുതിയ 4 വരികൾ ഇവിടെ പാരായണം ചെയ്ത് സമർപ്പിക്കുന്നു. പ്രതാപശാലീയ കുരു വംശപിതാമഹൻ ഭീഷ്മർ ദുര്യോധന ഹൃദയത്തിൽ മോദം ജനിക്കാൻ സർവജനം നോക്കി നിൽക്കേ സിംഹഗർജനമെന്ന പോൽ അത്യുച്ചത്തിൽ ശംഖനാദം മുഴക്കിയല്ലോ. ശ്രീഹരേ നമഃ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.